ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽപ്പത്തിരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. വീട്ടിലെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കൂടാതെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേമാതിരി ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം 1 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വളരെ നൈസായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരു വശം ആയി വരുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ മാവും ഇതേമാതിരിയുള്ള പത്തിരി റെഡിയാക്കി എടുക്കണം. ബേക്ക് ചെയ്തെടുക്കുന്ന ടിന്നിൻ്റെ അതേ അളവിലുള്ള പത്തിരി വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ മാവും കോരി ഒഴിച്ച് ഇതേമാതിരിയുള്ള പത്തിരി റെഡിയാക്കി എടുക്കണം. ഇനി പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു സാധാരണ മധുരമാണ്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1/4 കപ്പ് കൂട്ടി കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി വരുന്ന നെയ്യ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. ആദ്യം 2 ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. 1 തവി പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ദോശ വെച്ച് കൊടുക്കാം. മുകളിലേക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതേമാതിരി എല്ലാതും ചെയ്തെടുക്കാം. കേക്ക് ടിന്നിൻ്റെ 3/4 ഭാഗം വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ പൊന്തി വരും. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും മുകളിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നിരത്തി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാതിരി ഏത് ഷേപ്പിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബേക്ക് ചെയ്തെടുക്കുന്ന പാന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. കേക്ക് ടിന്ന് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെക്കാം. അധിക പാത്രത്തിനും മൂടിക്ക് ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. അത് പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കണം. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ട സമയം. ഓരോരുത്തരുടെയും ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസപ്പെടും. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് വരും. ഒരു കോല് വെച്ചിട്ട് ഒന്ന് നടുവിൽ കുത്തി നോക്കിയാൽ മതി. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇത് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ചൂട് ആറിയതിന് ശേഷം വേണം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ. ഒരു പ്ലേറ്റ് കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പിടിച്ച് വൃത്തികേടായിരിക്കും. ഇനി ഇത് വേറൊരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽപ്പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, അതേമാതിരി വളരെ സോഫ്റ്റാണ്. അടുക്കടുക്കായിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.